കല്യാണിക്കുട്ടിയുടെ പാട്ടും കളിച്ചിരികളുമായിരുന്നു ഇന്നലെ വരെ ഈ അംഗനവാടികൾ. വൈകിട്ട് അമ്മയ്ക്കൊപ്പം തിരികെ മടങ്ങുമ്പോൾ കൂട്ടുകാരെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയായിരുന്നു ആ കുരുന്നിന്. എന്നാൽ ആ കുഞ്ഞു കല്യാണിയുടെ മനസ്സ് കാണാൻ അമ്മ സന്ധ്യക്കായില്ല. കല്യാണിയെയും മുക്കത്ത് വെച്ച് സന്ധ്യ പോയപ്പോൾ ആ കുരുന്നൊട്ടും കരുതിയിട്ടുണ്ടാവില്ല അമ്മയുടെ കൈകൊണ്ട് ഒടുങ്ങേണ്ടി വരുമെന്ന്. കല്യാണി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂട്ടുകാർക്കൊപ്പം ഇന്നീ അംഗനവാടി മുറ്റത്ത് അവൾ ഓടിക്കളിച്ചേനെ. തിരുവാണിയൂരിലെ വെണ്ണിത്തിരിപ്പിലെ ഈ അംഗനവാടി ഇന്ന് മൂകമാണ്. 3 വയസ്സായ ഒരു പിഞ്ചോമന അതിൻ്റെ അമ്മ പുഴയിൽ വലിച്ചെറിഞ്ഞു കൊന്നു. എന്തിനായിരുന്നു? നീ ഒരു സ്ത്രീയാണോ? അതായത് അമ്മയാണോ? എങ്ങനെ തോന്നി ആ കുട്ടിയോട് ഈ ക്രൂരത കാണിക്കാൻ വേണ്ടിയിട്ട്? എപ്പോഴും പോകുന്ന വേഗത്തിൽ അംഗനവാടിയിൽ ചെന്ന് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴും ആ കുട്ടി അറിഞ്ഞില്ല അമ്മേനെ കൊല്ലാൻ കൊണ്ടുപോകുകയാണെന്ന് അറിയാതെയാണ് അമ്മയോടൊപ്പം പോകുന്നത്. ആ കുട്ടിയെ വലിച്ചെറിഞ്ഞ് പോയി, കൂസലും കൂടാതെ ഓട്ടോറിക്ഷ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ എല്ലാവരോടും നിന്നു. പിന്നെ ലേറ്റായി ആ കുട്ടിയെ കാണാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസായി അന്വേഷിക്കാൻ വേണ്ടിയുള്ള നടപടി തുടങ്ങി. അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അമ്മ പറയുന്നു എന്തോ ഒരു വെല്ലും ബ്രേക്കും ഇല്ലാതെ വാലും തലയില്ലാതെ എന്തൊക്കെയോ പറയുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞു ലാസ്റ്റ് പുഴയിൽ ചാടി എന്നുള്ള കാര്യം അത് പറഞ്ഞിട്ട് പോലീസിന് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യമേ എന്തൊക്കെയോ ഒരു പോലെയാണ് അവൾ സംസാരിക്കുന്നത്. എന്നിട്ടും പോലീസിന് വിശ്വാസം വരാതെ അവൾ പോയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് അന്വേഷിച്ചു. ഇവിടെയാണ് പോയത്, ഈ പുഴയുടെ വക്കീലാണ്. എന്നിട്ട് CCTV ദൃശ്യം നോക്കിയപ്പോഴാണ് സത്യമാണെന്ന് മനസ്സിലായത്. എന്നിട്ട് ആ പുഴയിൽ തിരച്ചിൽ തുടങ്ങി. ഒരു വൈകുന്നേരം ഒരു സന്ധ്യക്കാർ 6-7 മണി ഈ സമയത്താണ് തിരച്ചിൽ തുടങ്ങിയിട്ട് നിർത്തിയതെന്ന് വെച്ചാൽ തുടങ്ങിയിട്ട് ആ ബോഡി കിട്ടിയതെന്ന് വെച്ചാൽ വെളുപ്പിന് ഒരു ഇരുട്ടെടുത്തല്ലോ, 2:30 ഈ സമയത്തെല്ലാം ആയിരുന്നു കിട്ടിയത്. അപ്പോഴേക്കും ആ കുട്ടി മരിച്ചിരുന്നു. വെള്ളം കുടിച്ച് എത്ര ശ്വാസം മുട്ടിയിട്ടായിരിക്കും ആ കുട്ടി മരിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണ് അതിൽ വലിച്ചേർന്നിട്ട് ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് തോന്നിയത്? ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഇവളെന്ന് വെച്ചാൽ. ഞാൻ പറയുന്നത് ഇവളെന്ന് വെച്ചാൽ വെറുതെ വിടരുത്, നിയമത്തിന് തക്കതായ ശിക്ഷ ഇവർക്ക് മേടിച്ചു കൊടുക്കണം. ഇവളെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. കല്യാണിയുടെ അച്ഛന് പിന്നെ കുറച്ച് സങ്കടകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. ഞാൻ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. തിരികെ മടങ്ങുമ്പോൾ കൂട്ടുകാരെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയായിരുന്നു ആ കുരുന്നിന്. എന്നാൽ ആ കുഞ്ഞു കല്യാണിയുടെ മനസ്സ് കാണാൻ അമ്മ സന്ധ്യക്കായില്ല. കല്യാണിയെയും മുക്കത്ത് വെച്ച് സന്ധ്യ പോയപ്പോൾ ആ കുരുന്നൊട്ടും കരുതി. അവക്ക് മാനസിക രോഗം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളെടുക്ക് ആരെടുക്കും സംസാരിക്കില്ല, വെറും ദേഷ്യമാണ്. പിന്നെ പറയുന്നുണ്ട് എൻ്റെ മറ്റുള്ളവര് ഈ മോളെ കല്യാണിക്കുട്ടിയെ എല്ലാവരും സ്നേഹിക്കുന്നു, അമ്മക്ക് സ്നേഹിക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കുട്ടിയെ വലിച്ചെറിഞ്ഞത്. പിന്നെ പറയുന്നു 39 വയസ്സുള്ള 19 വയസ്സുള്ള ബുദ്ധിയേ ഉള്ളൂ. 19 വയസ്സുള്ള കുട്ടികൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അവള് ചെയ്യുന്നത്? അമ്മയോട് സ്ഥിരമായി വഴക്കെടുന്നത് ഇവരുടെ പതിവായിരുന്നു. അങ്ങനെ കല്യാണി ഇല്ലാതായാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടങ്കം വിഷമിക്കും. അങ്ങനെ തനിക്ക് മാനസികമായ ഒരു വിജയം നേടാമെന്നുള്ളതാണ് സന്ധ്യ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായി പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നത്. കല്യാണിക്കുട്ടിക്ക് ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ പറയുന്നത് അമ്മ ഇടയ്ക്കിടയ്ക്ക് അവരെ രണ്ടാളെയും തലയിൽ ഇടയ്ക്കിടയ്ക്ക് ടോർച്ച് കൊണ്ട് അടിക്കുമായിരുന്നു പോലും. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം ആ കുട്ടി പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഒരു പ്രാവശ്യം ടോർച്ചും കൊണ്ട് തലക്കെട്ട് അടിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ എൻ്റെയും തലക്കെട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വിളിച്ചു. അമ്മ എപ്പോഴാണ് ഇവർ അംഗൻവാടിയിൽ നിന്ന് പോയത് ചോദിച്ചു. അച്ഛനും വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ 3:30 ആയപ്പോൾ അമ്മയുടെ കൂടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ഇങ്ങനെ തന്നെ വിശ്വസിച്ചു. കാരണം എന്തെങ്കിലും കടയിൽ എന്തെങ്കിലും പോയിട്ട്, കാരണം തൃപ്പൂണിത്തറ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിലൊക്കെ പെട്ട് അപ്പം അത് അങ്ങനെ നമ്മൾ സമാധാനപ്പെട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു നോക്കിയപ്പോൾ പിന്നെയും കാണുന്നില്ല. സുരക്ഷിതമായ കൈ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൈയാണ്. അവരുടെ കയ്യിലേക്ക് കൊടുത്ത് ഭൂമിയാണ് അതൊക്കെ. പിന്നെ 15 സെൻറ്റ് സ്ഥലം അവിടെ ഉണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഈ മയൻ്റെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ചേച്ചിക്ക് ഈ സാധനം എല്ലാം കിട്ടും.
അതായിരിക്കും ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചേച്ചിക്ക് ആ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി അനിയത്തിനെ കൊണ്ട് ഈ ഒരു പാതകം ചെയ്യിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തീരുമാനം എടുക്കാൻ. അതോർത്ത് ഞാനിങ്ങനെ അനങ്ങാതിരിക്കണത്. അംഗൻവാടിയിലാണെങ്കിലോ ആ കുട്ടി വരച്ച ഡ്രോയിങ് ബുക്കിൽ കളർ ചെയ്തത് എന്തോ തുണികള് എന്തൊക്കെയോ ഉണ്ട് ആ കുട്ടിയുടെ കളിക്കുന്ന. അതെല്ലാം കണ്ടു ടീച്ചർമാർ സങ്കടം പറയുന്നത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ടീച്ചർമാരെ അംഗൻവാടിയിലുള്ള ദൃശ്യം ഇതൊന്നും കാണിച്ചു തരാം. അതൊന്നും കണ്ടോ. സങ്കടം തോന്നിക്കുന്ന സങ്കടകരമായ കാഴ്ചകളാണ് ഇപ്പം കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാർത്ത ഞാൻ കണ്ടു. ആ കുട്ടി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം വന്ന റിപ്പോർട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. 1.5 വർഷമായി അച്ഛൻ്റെ സഹോദരൻ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇതറിഞ്ഞ അമ്മ മകളെ പുഴയിൽ എറിഞ്ഞു കൊന്നു. കുട്ടി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. അറസ്റ്റിലായ അച്ഛന്റെ സഹോദരൻ കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി, ഇപ്പൊ 4 വയസ്സേ ഉള്ളൂ അല്ലെ ദിവിഷ്, കഴിഞ്ഞ 1.5 വർഷമായി ഒരു കുഞ്ഞ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു. കൊല്ലപ്പെട്ട ദിവസവും കുട്ടി അതിക്രമത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പ്രതി കുറ്റം സമ്മതിച്ച് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, സങ്കടകരമാണ്. എന്ത് ചോദിക്കണമെന്ന് പോലും അറിയാത്ത ഓരോ മനുഷ്യന്റെയും മനസ്സിൽ, ഒരു അച്ഛന്റെയും അമ്മയുടെ ഒക്കെ മനസ്സിൽ വേണ്ടുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അത് പോരാതെ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന പേരിൽ പുഴയിലെറിഞ്ഞ് കൊല്ലുകയല്ലല്ലോ വേണ്ടത്. അതല്ലല്ലോ ഒരമ്മ ചെയ്യേണ്ട കാര്യം. അതല്ലല്ലോ. കുട്ടി ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത്. ആ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചിട്ട് അതറിഞ്ഞ് ഇത്രയും കാലം പീഡിപ്പിക്കുന്ന കാര്യം ആ അമ്മക്ക് അറിയാം. അറിഞ്ഞിട്ടും പുറത്ത് പറയാണ്ട് നിന്നതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല? എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് മക്കളെ വേണ്ടെങ്കിൽ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി ആക്കുമോ, അല്ലെങ്കിൽ വേറെ മക്കളില്ലാത്ത എത്രയോ അമ്മമാർ കഷ്ടപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, അവർക്ക് കൊടുക്കുമോ? അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ, ആ അച്ഛനെ ഏൽപ്പിച്ചിട്ട് നിനക്ക് വേണ്ടി നിന്റെ പാടും നോക്കി പോയാൽ പോരെ? ഈ കുട്ടീനെ പുഴയിലെറിഞ്ഞിട്ട് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. എത്ര ഒരു പിഞ്ചോമന പോലത്തെ ഒരു മോളാണ്. കളിച്ചും ചിരിച്ചും ലോകങ്ങളും കഥയും പാട്ടും എല്ലാം കേൾക്കേണ്ട പ്രായത്തിൽ അതിനെ കൊണ്ടുപോയി പുഴയിലെറിഞ്ഞ് കൊന്നിരിക്കുന്നു. നീയൊരു സ്ത്രീ എന്ന് പറയാൻ തന്നെ ഒരു ഇവക്ക് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇവക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇവളെ വെറുതെ വിടരുത്. ഇവളെ ബാക്കിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കണം. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ബൈ.